അൻവറിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി മുരുകേഷ് നാഗേന്ദ്രന്റെ നിയമ പോരാട്ടം. മുൻ എംഎൽഎ പി.വി. അൻവറിനെതിരായ ഫോൺ ചോർത്തൽ കേസിലെ അന്വേഷണത്തിൽ അതൃപ്തി അറിയിച്ച് ഹൈക്കോടതി രംഗത്തെത്തി. അൻവറിനെതിരായ ഫോൺ ചോർത്തൽ കേസ് വളരെ ഗുരുതരമെന്ന് കോടതി പറഞ്ഞു. ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണന്റേതാണ് നിരീക്ഷണം. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത സാധാരണക്കാർക്ക് മാത്രമല്ല എംഎൽഎമാർക്കും ബാധകമാണെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു. പി.വി. അൻവറിനെതിരെ സ്വീകരിച്ച നടപടികൾ 1 മാസത്തിനകം ഹർജിക്കാരനെ അറിയിക്കണമെന്ന് കോടതി പറഞ്ഞു. കേസ് അന്വേഷണം തൃപ്തികരമല്ലെന്നും കോടതി അറിയിച്ചു. മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ അടക്കം ഫോൺ ചോർത്തിയെന്ന് വെളിപ്പെടുത്തിയത്. ഇതേ തുടർന്ന് കൊല്ലം സ്വദേശിയായ മുരുകേഷാണ് അൻവറിനെതിരെ പരാതി നൽകിയത്. DGPക്ക് അടക്കമാണ് മുരുകേഷ് പരാതി നൽകിയത്. എന്നാൽ പരാതിയിൽ നടപടിയുണ്ടായില്ലെന്ന് കാണിച്ച് മുരുകേഷ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഹർജിക്കാരൻ പരാതി നൽകിയത്. പക്ഷേ അൻവറിനെതിരെ തെളിവുകൾ ഇല്ലെന്നാണ് സംസ്ഥാന സർക്കാർ മറുപടി നൽകിയത്. നിലവിൽ സംസ്ഥാനം നൽകിയ മറുപടിക്കെതിരെയും കോടതി വിമർശനം ഉന്നയിച്ചു. തെളിവുകൾ കണ്ടെത്തേണ്ടത് പരാതിക്കാരനല്ലെന്നും സർക്കാരാണെന്നും കോടതി പറഞ്ഞു. ഹർജിയിലുള്ളത് ഗുരുതരമായ ആരോപണങ്ങളാണെന്നും സംസ്ഥാന പോലീസ് മേധാവി ഇത് പരിശോധിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. പരാതിയിൽ നിയമാനുസൃതമായ നടപടിയാണ് DGP സ്വീകരിക്കേണ്ടതെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. പി.വി. അൻവറിന്റെ തട്ടിപ്പുകൾ ഓരോന്നായി പുറത്തു കൊണ്ടുവന്നത് കൊല്ലം സ്വദേശിയായ വ്യവസായിയും പ്ലാന്ററുമായ മുരുകേഷ് നരേന്ദ്രന്റെ പോരാട്ടങ്ങളാണ്. മുരുകേഷിന്റെ ഭാര്യ പിതാവ് റീഗൽ ശ്രീധരന് നിലമ്പൂരുള്ള എസ്റ്റേറ്റിലെ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലാണ് അൻവറുമായി ഉടക്കുണ്ടാവുന്നത്. റീഗൽ എസ്റ്റേറ്റ് ഉടമ ശ്രീധരൻ 200 ഏക്കർ വരുന്ന വസ്തുവിന്റെ പവർ ഓഫ് അറ്റോർണി സഹോദരനാണ് നൽകിയിരുന്നത്. ഈ സമയത്താണ് സഹോദരൻ മരണപ്പെടുന്നത്. ഇതോടെ ഈ പവർ ഓഫ് അറ്റോർണിയും വാലിഡ് അല്ലാതെയായി. ഇതിനിടയിലാണ് ഈ സ്ഥലം താൻ വാങ്ങിയെന്ന അവകാശവാദവുമായി അൻവർ രംഗപ്രവേശം ചെയ്യുന്നത്. എസ്റ്റേറ്റ് വാങ്ങാൻ ഒരു ടോക്കൺ ശ്രീധരന്റെ സഹോദരന്റെ മകന് നൽകിയ ശേഷമായിരുന്നു അൻവറിന്റെ രംഗപ്രവേശം. പി.വി. അൻവർ MLA ആയ ശേഷമായിരുന്നു ഈ ഗുണ്ടായിസം. നിലമ്പൂർ പൂക്കോട്ടുംപാടത്ത് മുരുകേഷ് നരേന്ദ്രന്റെയും കുടുംബത്തിന്റെയും റീഗൽ എസ്റ്റേറ്റ് ഗുണ്ടാ സംഘത്തെ ഉപയോഗിച്ച് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ്. ഒരു ദിവസം പാട്ടക്കരിമ്പിന്റെ റീഗൽ എസ്റ്റേറ്റിന്റെ ഗേറ്റും ബോർഡും തകർത്ത് ഗുണ്ടാ സംഘം എസ്റ്റേറ്റിലേക്ക് ഇരച്ചെത്തി. ഈ എസ്റ്റേറ്റ് MLA അൻവർ വാങ്ങിയിട്ടുണ്ടെന്ന് ഭീഷണി മുഴക്കി. ഇതിന് പിന്നാലെ മുരുകേഷിന് അൻവറിന്റെ ഫോണെത്തി. എസ്റ്റേറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ട് എങ്കിൽ രേഖ കാണിക്കാൻ മുരുകേഷ് ആവശ്യപ്പെട്ടപ്പോൾ രേഖയൊന്നുമില്ലെന്നും ഞാൻ സ്ഥലം വാങ്ങുന്നത് ഇങ്ങനെയാണെന്നും ഇതാണ് എന്റെ സ്റ്റൈലെന്നുമായിരുന്നു അൻവറിന്റെ മറുപടി. കൊല്ലത്തു നിന്നും വന്ന് നിലമ്പൂരിൽ കളിക്കേണ്ടെന്നും ഭൂമിയിലും ആകാശത്തും നിർത്താതെ പറപ്പിക്കുമെന്ന് ഭീഷണിയും മുഴക്കി. ഈ സംഭവത്തിൽ മുരുകേഷ് നരേന്ദ്രന്റെ ഭാര്യ ജയ മുരുകേഷ് നൽകിയ പരാതിയിൽ പൂക്കോട്ടുംപാടം പോലീസ് അൻവറിനെ 1-ാം പ്രതിയാക്കി കേസെടുത്തു. ഇതിന് പിന്നാലെ സമാനതകളില്ലാത്ത വേട്ടയാടലാണ് മുരുകേഷ് നരേന്ദ്രനും കുടുംബത്തിനുമെതിരെ അൻവർ നടത്തിയത്. മുരുകേഷിനും ഭാര്യ ജയ മുരുകേഷിനുമെതിരെ ആദിവാസികളെ കൊണ്ട് പരാതി നൽകിച്ച് പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുപ്പിച്ച് ജയിലിൽ അടയ്ക്കാൻ ശ്രമിച്ചു. കള്ളക്കേസിനെതിരെ മുരുകേഷ് നരേന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ചു. പോലീസ് അന്വേഷണത്തിൽ കള്ളക്കേസാണെന്ന് വ്യക്തമായതോടെ ഹൈക്കോടതി കേസ് റദ്ദാക്കി. അടിക്കടി ഗുണ്ടാ സംഘത്തെ ഉപയോഗിച്ച് റീഗൽ എസ്റ്റേറ്റിൽ അതിക്രമങ്ങൾ നടത്തി, റബ്ബർ മരങ്ങൾ കയ്യേറി ടാപ്പിംഗ് നടത്തി, 5 ഏക്കർ എസ്റ്റേറ്റ് തീയിട്ട് നശിപ്പിച്ചു, വാഴത്തൈകൾ വെട്ടി നശിപ്പിച്ചു, 1 വർഷം പ്രായമായ 2000 റബ്ബർ തൈകൾ വെട്ടി നശിപ്പിച്ചു, 250 കമുകിൻ തൈകൾ നശിപ്പിച്ചു. അതേസമയം അൻവറിന്റെ സഹായിയുടെ വീട് തീയിട്ടുവെന്ന പരാതിയിൽ ജാമ്യമില്ലാ വകുപ്പിൽ മുരുകേഷ് നരേന്ദ്രനെയും ഭാര്യയെയും മകനെയും വരെ പ്രതികളാക്കി കുടുംബത്തെ ഒന്നാകെ ജയിലിലടയ്ക്കുകയായിരുന്നു പദ്ധതി. എന്നാൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകി ഈ നീക്കവും തടഞ്ഞു. മുരുകേഷ് നരേന്ദ്രനും ഭാര്യയും അടക്കമുള്ളവർ തന്നെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന പരാതിയിലും കേസെടുത്ത് വേട്ടയാടി. എന്നാൽ പോലീസ് അന്വേഷിച്ച് കള്ളക്കേസാണെന്ന് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഒരുങ്ങിയപ്പോൾ MLA പരാതി നൽകി ക്രൈംബ്രാഞ്ചിന് അന്വേഷണം വിട്ടു. 2 വർഷമായി ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിട്ട് ഒരു തെളിവും കിട്ടിയില്ല. ഒടുവിൽ അൻവറിന്റെ നീക്കം മുരുകേഷ് തടഞ്ഞത് നിയമ പോരാട്ടത്തിലൂടെയായിരുന്നു. തുടർന്നിങ്ങോട്ട് അൻവറിനെതിരെ നിരവധി പോരാട്ടങ്ങളാണ് മുരുകേഷ് നടത്തിയത്. ഇതോടെ അൻവറിന്റെ നിയമലംഘനങ്ങൾ ഒന്നൊന്നായി പൊളിഞ്ഞു വീണു.